മഹിയെ കൊല്ലാനായിട്ട് കെണി ഒരുക്കിയവൻ ഇപ്പൊ കൈയും കാലും എല്ലാം ഒടിഞ്ഞ് ഹോസ്പിറ്റലിലായിരിക്കും. കണ്ണേട്ടൻ കമ്പനിയുടെ പകുതി എന്റെ പേരിൽ കൂടി എഴുതി തന്നിരിക്കുന്നത്. എന്നുവെച്ചാ ഈ കമ്പനിയിൽ നിന്റെ ചേട്ടനുള്ള അത്ര അവകാശം എനിക്കുണ്ട്. എന്റെ കണ്ണേട്ടൻ ഞങ്ങളുടെയൊക്കെ ചോരയെ നീരുവാ. കണ്ണേട്ടന്റെ സകല സ്വത്തുക്കളും അത് കൈയാളാൻ നിങ്ങൾക്ക് നാണമില്ലേ? ഞാനെന്തിനാ നാണിക്കുന്നെ? ഞാൻ ഇപ്പോഴും കണ്ണേട്ടന്റെ ഭാര്യ തന്നെയാ. ഞങ്ങള് തമ്മിൽ ബന്ധമൊന്നും പിരിഞ്ഞിട്ടില്ല. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെ എന്റെ പേരിൽ എഴുതി തന്ന സ്വത്തുക്കൾ ഞാൻ തിരികെ എഴുതി കൊടുക്കാനൊന്നും പോകുന്നില്ല. നിങ്ങളെപ്പോലൊരു ദുഷ്ടയായ സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നത്തെ കാലത്ത് കുറച്ച് ദുഷ്ടത്തിലൊന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ലടാ. ഈ പറയുന്ന ആൾക്ക് ഭയങ്കര നന്മയാണല്ലോ. നിങ്ങൾ ഇവരെ സപ്പോർട്ട് ചെയ്യും. കാരണം നിങ്ങളെപ്പോലും പലരും സംശയിക്കുന്നുണ്ട്. ഇവരുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അച്ഛൻ നിങ്ങളാണെന്നുള്ള രീതിയിൽ ഒരു സംസാരമൊക്കെ ഉണ്ട്. നിന്നെയും നിന്റെ അമ്മാവനെയും അയാളുടെ മകനെയും പോലെ ഞാനത്ര ചീപ്പല്ല. ഇവനോടൊക്കെ എന്തിനാ സാറേ വായിട്ടലയ്ക്കുന്നേ? ഇവനൊക്കെ മറുപടി കൊടുക്കുന്ന എന്തിനാ? മര്യാദക്കിരുന്നാ നിനക്ക് കൊള്ളാം. അല്ലെങ്കിൽ ഈ കമ്പനിയിൽ നിന്ന് നിന്നെ പുറത്താക്കാനൊന്നും അധികം സമയമൊന്നും വേണ്ട. നീ കൂടുതൽ സംസാരിച്ചാ നിന്റെ സ്ഥാനത്ത് അടുത്ത ആള് വരും. അത് മിക്കവാറും ആ കുഞ്ഞിന്റെ അച്ഛനായിരിക്കും. അങ്ങനെയെങ്കിൽ അങ്ങനെ തന്നെ. നിനക്കെന്താ നഷ്ടം? നീയൊക്കെ കരുതിയോ ഞാനും കണ്ണേട്ടനും വേർപിരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഞാൻ അധികാരം കാണിക്കാൻ വരില്ലാന്ന്? വരുവേടാ. എനിക്ക് ആരോഗ്യം ഉള്ളിടത്തോളം കാലം എനിക്ക് വരാൻ അവകാശപ്പെട്ടിടത്തൊക്കെ ഞാൻ വന്നിരിക്കും. കണ്ണേട്ടന്റെ ഭാര്യയായിട്ട് കണ്ണേട്ടനൊപ്പം സ്നേഹം നടിച്ച് നിന്നത് എല്ലാം തട്ടിയെടുക്കാനായിരുന്നില്ലേ? എന്താ സംശയം? അത് തന്നെയായിരുന്നു എന്റെ ഉദ്ദേശം. നിനക്കൊക്കെ സഹിക്കാൻ വയ്യെങ്കിലേ നീയൊക്കെ അതിന്റെ പേര് കൊണ്ട് കേസ് കൊടുക്ക. വിധി ആർക്ക് അനുകൂലമായി വരുമെന്ന് നോക്കാലോ. ഭാര്യയ്ക്ക് ഭർത്താവ് സ്വത്ത് കൊടുത്തു കഴിഞ്ഞാലേ പിന്നത് തിരിച്ചു വാങ്ങാൻ നിയമവും വകുപ്പൊന്നും ഇല്ലടാ. വിശ്വാസവഞ്ചന കോടതി മുഖവിലേക്ക് എടുക്കും. തന്റെ ചേട്ടൻ വക്കീലല്ലേ? എന്നാ പിന്നെ ചേട്ടനോട് ചോദിച്ചിട്ടൊരു കേസ് ഫയൽ ചെയ്യും. കേസ് ഏത് വഴിക്ക് പോകുമെന്ന് നമുക്ക് നോക്കാലോ. എന്റെ വീട്ടിലുണ്ടടാ ഒരു വക്കീല്. കണ്ണേട്ടന്റെ അതേ കളരിയിൽ തന്നെ വക്കീൽ പരീക്ഷ പാസ്സായ ഒരാൾ. അനന്തുവേട്ടനെ മഹിയും ചേർത്ത് നീയൊക്കെ പല കഥകളും ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളോടൊപ്പം മഹി താമസിക്കുന്നതുകൊണ്ട് അനന്തുവേട്ടനാണ് കുഞ്ഞിന്റെ അച്ഛനെന്ന് പോലും നീയൊക്കെ പറയുന്നുണ്ട്. എന്തു പറഞ്ഞാലും ശരി, ആ കുഞ്ഞ് ജനിക്കും. മഹിയുടെ കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോ അതിന്റെ അവകാശി ആരാണെന്ന് നീയൊക്കെ അറിയും. എന്നു മാത്രമല്ല, അന്ന് മഹിക്കൊപ്പം നിന്റെ ക്യാബിനിലേക്ക് കയറി വരുന്നത് ഞാനും സാറും ഒന്നും ആയിരിക്കില്ല. ആ മനുഷ്യനായിരിക്കും മഹിയുടെ കുഞ്ഞിന്റെ അച്ഛൻ. അപ്പോ അച്ഛൻ ആരാണെന്ന് നിങ്ങൾക്കൊക്കെ അറിയാല്ലേ? എന്താ സംശയം? ഞങ്ങൾക്കെല്ലാം അറിയാവുന്ന ഒരാൾ തന്നെയാ ആ കുഞ്ഞിന്റെ അച്ഛൻ. പക്ഷെ അത് ആരാണെന്നൊക്കെ നീയൊക്കെ അറിയുന്നത് ആ കുഞ്ഞ് ജനിച്ച ശേഷം മാത്രമായിരിക്കും. പിന്നീട് ഈ കമ്പനിയും ഫൈനാൻസിയേഴ്സും ഒക്കെ നിയന്ത്രിക്കാൻ പോകുന്നതും മഹിക്കൊപ്പം അയാളായിരിക്കും. പറഞ്ഞത് കേട്ടില്ലേ? അവനവന്റെ ജോലി നോക്കി അടങ്ങി ഒതുങ്ങി ജീവിച്ചാ നിനക്ക് ഇവിടെ ഇരിക്കാം. അല്ലെങ്കിലേ ജോലിയും കൂലിയും ഒന്നും ഇല്ലാതെ വീട്ടിനകത്ത് ഇരിക്കേണ്ടി വരും. ഞാനും കണ്ണേട്ടനും വേർപിരിഞ്ഞു എന്ന് അറിഞ്ഞിട്ട് ഇപ്പോ നിന്റെ വീട്ടിലേക്ക് മടങ്ങി വന്ന എന്റെ അനിയത്തിക്കൊപ്പം